ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എമ്പുരാൻ്റെ ടീസർ, അതാണ് സബ്ജക്റ്റ്. എമ്പുരാൻ്റെ ടീസർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ കണ്ടവർക്ക് അതിൽ ഗസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലൂസിഫർ എന്ന സിനിമ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ലൂസിഫർ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു മോഹൻലാലിൻ്റെ മുണ്ടിൻ്റെ കര ഇതൊക്കെ കണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല എന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിൽ തന്നെയും പിന്നീട് റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പടം കൂടിയാണ് ലൂസിഫർ. ആ ലൂസിഫറിൻ്റെ ഓരോ ക്യാരക്ടറും പൃഥ്വിരാജ് സുകുമാരൻ ബിൽഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ എന്താ പറയുക, ആ ക്യാരക്ടറിനെ നല്ലപോലെ പഠിച്ച് ഓരോ ക്യാരക്ടറും എങ്ങനെയാവണം, എന്താവണം, എങ്ങനെയൊക്കെ അവർ അതിനകത്ത് അപ്പിയറൻസ് ചെയ്യണമെന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്ത ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പോൾ ഈ ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, ബിഗ് ബഡ്ജറ്റ് സിനിമകളെല്ലാം. അതായത് ബാഹുബലി, വിക്രം, ലോകേഷ് കനകനാഥൻ, അല്ലെങ്കിൽ രാജമൗലിയൊക്കെ തമിഴിലും ഈ തെലുങ്കിലുമൊക്കെ പടങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മലയാളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പടം വന്നുകൂടായികയില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ ലൂസിഫർ എന്ന സിനിമ തമിഴിലും തെലുങ്കിലുമൊക്കെ ഒരേപോലെ ഹിറ്റായി. അതായത് മലയാളത്തിൽ ഹിറ്റായിട്ടാണ് ഇത് തമിഴിലും തെലുങ്കിലൊക്കെ പോയെങ്കിലും അവിടെ എല്ലാം പോയി ഹിറ്റായിട്ട് നല്ല രീതിയിൽ ഒരു അഭിപ്രായം കാഴ്ചവെച്ച ഒരു പടമാണ് ലൂസിഫർ എന്ന് പറയുന്നത്. അതിനുപരി നമ്മൾ പറയുമ്പോൾ ലൂസിഫറിലെ ഡയറക്ടർ പൃഥ്വിരാജിനെ ഒരു ബ്രാൻഡായിട്ട് കണ്ടു. അതായത് പല ടെലിഫോണിക് പ്രോഗ്രാമിലും പല ആൾക്കാരുടെ, അതായത് ഈ പ്രേക്ഷകരിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴെല്ലാം പ്രേക്ഷകരെല്ലാം പറഞ്ഞത് പൃഥ്വിരാജ് എന്ന ആളിനെ നമ്മൾ നടനേക്കാട്ടിലും കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്നത് ഡയറക്ടർ എന്ന രീതിയിലാണ്. കാരണം ഡയറക്ടർ എന്ന രീതിയിൽ പറയുമ്പോൾ പുള്ളി അതിനെപ്പറ്റി പഠിക്കുകയാണ് നല്ലപോലെ. അതായത് ഒരു ക്യാമറ മൂമെൻറ്റ്സിനെ പറ്റിയും ഒരു ഷോട്ട് എങ്ങനെ ആയിരിക്കണമെന്നും, അതായത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് ഓരോ മൊമെൻറ്റും എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഫീൽഡിൽ വരുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വെറും ചുമ്മാ ചുക്ലി പരിപാടിയല്ല. അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, അതേപോലെ മുരളി ഗോപിയുടെ നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ്, മുരളി ഗോപിയുടെയൊക്കെ സ്ക്രിപ്റ്റ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ടിയാൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ നല്ല രീതിയിലാണ് മുരളി ഗോപി ആ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ അതെന്തോ അന്ന് വലിയ രീതിയിൽ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് അഭിനയ മികവ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ ആയാലും തന്നെ ഇന്ദ്രജിത്തിൻ്റെ ആയാലും തന്നെ വളരെ മികച്ചതായിരുന്നു. പക്ഷേ അതെന്തോ ചില റീസൺ കാരണം ആ പടം ഹിറ്റായില്ല. പക്ഷേ അതിനെല്ലാത്തിനും മറുപടി കൊടുത്തുകൊണ്ടാണ് മുരളി ഗോപിയുടെ ഈ സ്ക്രിപ്റ്റ്, അതായത് ലൂസിഫർ എന്ന സ്ക്രിപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ലൂസിഫർ എന്ന സ്ക്രിപ്റ്റിനെ വളരെ മികച്ച രീതിയിൽ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പൃഥ്വിരാജ് സുകുമാരൻ, അതായത് പൃഥ്വിരാജിന് ഒരു ഡയറക്ടർ എന്ന നിലയിൽ വളരെ ഭംഗിയായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജോലി അത് നന്നായി ചെയ്തു. പിന്നെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകരുടെ ഒരു എക്സ്പെക്റ്റേഷൻ കൂട്ടുകയും ചെയ്യാൻ ആ ഡയറക്ടർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ, അതായത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാൻ്റെ ടീസർ തന്നെ നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ സിനിമയല്ല അത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, ഒരുപാട് സർപ്രൈസുകളുണ്ട്. അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കഥാപാത്രങ്ങളും പല പുതിയ നായകന്മാരും നായികമാരും ഒക്കെ വരുമെന്നാണ് പുറത്തുനിന്നുള്ള ന്യൂസുകൾ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം, ഒരു നല്ലൊരു വീഡിയോ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഒരു സംഭവമായിരിക്കുമെന്ന് എല്ലാവരെയും പോലെ ഞാനും പ്രത്യാശിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വണക്കം. വീണ്ടും സന്ധിക്കും വരെ.